വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ നമ്മൾ കണ്ടു. ചില CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇത് കൂടുതൽ ആ അപകടത്തിന്റെ ഭീകരത വെളിവാക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മലവെള്ളം കുത്തിയൊലിച്ചു വരുന്നത് നമുക്ക് കാണാം. സർവ്വതും നശിപ്പിക്കുന്നത് വ്യക്തമാക്കുന്ന ആ ദുരന്തത്തിന്റെ വ്യാപ്തിയും തീവ്രതയും പറഞ്ഞു തരുന്ന ദൃശ്യങ്ങൾ. KV രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി, ആ അവശേഷിപ്പുകൾ, ആ ദുരന്ത ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഭീകരമായിരുന്നു ആ അപകടം, ആ ദുരന്തം, ആ ഒലിച്ചെത്തിയ മലവെള്ളം എന്ന് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആര്യ, തീർച്ചയായും ആ ദുരന്തരാത്രി എങ്ങനെയായിരുന്നു എന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അതിശക്തിയായി വെള്ളവും കല്ലും പാറയും മരത്തടികളും എല്ലാം ഒഴുകി വരുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെയുള്ള ആളുകൾ അത് അനുഭവിച്ചു, അതിനെ അതിജീവിച്ച വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ എന്നത് തന്നെയാണ്. എന്നാൽ ഈ മേഖല ആ രാത്രി എന്ത് സംഭവിച്ചു എന്നതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഏതായാലും ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം അവിടെ നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ, അതുപോലെ തിരച്ചിൽ, പുനരധിവാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭീകരത, ഭയം അത് നമ്മളിൽ ഇരട്ടിയായി വരിക തന്നെയാണ്. അത് അനുഭവിച്ച ആളുകൾ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഭയം എന്ന് പറയുന്നത് അത്രയും വലിയ അളവിൽ തന്നെയാണ്. അതിതീവ്രമായ മഴയാണ് മേഖലയിൽ പെയ്തിരുന്നത്. അത് തന്നെയാണ് ഉരുൾപൊട്ടലിൻ്റെ കാരണമായതും. ഏതായാലും നമുക്കിപ്പോൾ ഇവിടെ ഈ ചൂരൽമലയിൽ നിന്ന് ഞാൻ ഈ ദൃശ്യങ്ങൾ കൂടെ എത്തിക്കുകയാണ്. ഇവിടെ ഈ CCTVയിലാണ് ഈ ദൃശ്യം നമുക്ക് പതിഞ്ഞിരുന്നത് എന്നതാണ്. ഇതിലേക്കാണ് ഈ വിധത്തിൽ വലിയ രീതിയിൽ മണ്ണും എല്ലാം തന്നെ വന്ന് അടിയുന്നത് കാണുന്നത്. ക്യാമറ കേടായിപ്പോയിരുന്നു. അതുപോലെ തന്നെ ഈ ക്യാമറ ഉള്ള ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു എന്നതാണ്. അത് പൂർണ്ണമായും തന്നെ തകർന്നു പോയി. നമുക്ക് രാവിലെ മുണ്ടക്കൈ പള്ളിയിൽ നിന്നടക്കം ലഭിച്ച ദൃശ്യങ്ങളാണ് കാണിച്ചിരുന്നത്. മഴയുടെ തീവ്രതയാണ് കൂടുതലായി അതിൽ നിന്ന് കണ്ടിരുന്നത്. 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്താൽ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളാണ് ഇതെല്ലാം തന്നെ എന്നാണ് വിദഗ്ധ സംഘം പറയുന്നത്. പക്ഷേ ഇവിടെ 2 ദിവസം കൊണ്ട് 570 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അതാണ് ഈ വലിയ ദുരന്തത്തിന് കാരണമായിരുന്നു. നമ്മോടൊപ്പം ഇവിടെയുള്ള ചേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിൽ നിന്നുള്ള ബേക്കറിയാണ്. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഇത് അനുഭവിച്ച ആളുകളാണ്. കാണുന്ന നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത്ഭുതം, ഞെട്ടൽ തോന്നുകയാണ് ഈ വിഷ്വൽസ് കാണുമ്പോൾ. നമ്മൾ രാത്രി ഒരു മണി ഒക്കെ ആയപ്പോഴാണ് പണിക്കാരൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് ഓടി വന്ന് അവിടെ വില്ലേജ് ഓഫീസിൻ്റെ കുടുങ്ങി. അങ്ങനെ ഓടി വന്ന് കയറി നോക്കുമ്പോൾ പണിക്കാരൻ രക്ഷപ്പെട്ടിരുന്നു. പണിക്കാരൻ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് ഭാര്യനെയും കുട്ടീനെയൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവർ ഫോൺ വിളിച്ചു. ഞാനങ്ങനെ ഓടി കയറി നോക്കിയപ്പോൾ പണിക്കാരൻ രക്ഷപ്പെട്ടിരുന്നു. പിന്നെ ഇവിടുത്തെ അവസ്ഥ നോക്കുമ്പോൾ വളരെ കട നോക്കുമ്പോൾ മൊത്തത്തിൽ പോയിട്ടുണ്ട്. പിന്നെ പുറത്തൊക്കെ നോക്കുമ്പോൾ ആകെ ഇതാണ്. പിന്നെ രണ്ടാമത് പൊട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തി ഓടി അതിൻ്റെ പുറത്തോട്ട് ഓടി കയറി. പിന്നീട് എന്തൊക്കെയാണ് നടന്നതെന്ന് ഒരു രാത്രിത്തെ ഇത് വിഷ്വൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർമ്മയില്ല. അത്രയും ഭീകരമായിരുന്നു. എല്ലാം കണ്ട് മുണ്ടക്കൈയൊക്കെ പോയി സ്കൂൾ റോഡൊക്കെ അവിടെ കുറച്ച് അങ്ങോട്ട് എത്തി നോക്കുമ്പോൾ ആകെ ഇതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നമ്മളെ ബേക്കറി യൂണിറ്റായിരുന്നു ഉണ്ടായത്. അത് മൊത്തത്തിൽ നശിച്ചു പോയി. പിന്നെ മലപ്പുറത്തുള്ളൊരു പണിക്കാരുണ്ടായിരുന്നു. മൂപ്പരൊക്കെ കഴിച്ചിലായി. ആദ്യം ഉണ്ടായ ഉരുൾപൊട്ടലിനകത്ത് കുടുങ്ങിപ്പോയല്ലേ? ആദ്യം ഉണ്ടായ ഉരുൾപൊട്ടലിൽ മൂപ്പര് അവിടെ കുടുങ്ങിപ്പോയി. അത് ഉരുൾപൊട്ട് ഈ ഷട്ടർ പൊട്ടിപ്പോയപ്പോൾ മൂപ്പര് പുറത്തു പോയി, രക്ഷപ്പെട്ട് പുറത്തു പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് നോക്കുന്നത്. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് പൊട്ടലുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവർ വിളിച്ച് ഓവൻ്റെ മുകളിലാണ് പണിക്കാരൻ ഇരിക്കേണ്ടത് പറഞ്ഞത്. അപ്പം ഞാൻ ജസ്റ്റ് കയറി ഓവൻ്റെ മുകളിൽ നോക്കിയപ്പോൾ ആളുമില്ല. അപ്പോൾ സേഫാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ തിരിച്ച് പുറത്തേക്ക് പോയി. ഓവൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് ഇത് രക്ഷപ്പെടാൻ വേണ്ടി. ഓവൻ്റെ ഇത് ചളി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഓവൻ്റെ മുകളിൽ പിടിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാക്കിയിട്ടാണ് ഉണ്ടായത്. നിങ്ങൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു രാത്രിയാണ്. എന്നാലും വന്നതിന് ശേഷം അങ്ങോട്ടേക്കൊക്കെ നോക്കിയ സമയത്ത് നിങ്ങൾ ആദ്യം കണ്ടത് എന്തൊക്കെയായിരുന്നു?
ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, ആകെ ചളി. ഇപ്പോൾ നിൽക്കണ പോലെയല്ല, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ചളിയെ ഫുള്ള് മുട്ടോളം ചളിയൊക്കെ ആയിട്ട് വന്ന് ആ ടൈമിൽ വന്നപ്പോൾ കുറേ കുട്ടികളും കുറേ ആൾക്കാരും ഈ വഴി രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. 1-2 കുട്ടികളൊക്കെ നമ്മൾ കൈപിടിച്ച് റോട്ടിലേക്ക് ആക്കി. എല്ലാവരും ചളിയിൽ നിന്ന് കഴിച്ചിലായവരാ. ചിലവരൊന്നും നഷ്ടപ്പെട്ട് ഈ ഭാഗത്ത് തന്നെ ഒരു 10 പേര് മിസ്സായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ഈ ചുറ്റുവട്ടത്ത് മാത്രം ഇതിൻ്റെ ഈ ഏരിയയിൽ മാത്രം ഒരു 10 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ഈ വീടിൻ്റെ മുകൾക്ക് ആ വെള്ളത്തിൽ നിന്നും വീടിൻ്റെ മുകൾക്കിട്ട് ഒരു കുട്ടിയും ഉമ്മയൊക്കെ ഈ വീടിൻ്റെ മുകളിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. വെള്ളം കയറി വരുന്നതായി കാണുന്നത് ഈ വീടല്ലേ, മുകളിലൂടെ വരുന്നത്? മുകളിലൂടെ വരുന്നത് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് നേരെ അടിച്ച് മുകളിലേക്ക് കയറ്റിയിട്ടുകൊണ്ട് ആ കുട്ടിയും ഉമ്മയും രക്ഷപ്പെട്ട്. അവിടുന്ന് 2 പേര് മരിച്ചു. അതിൻ്റെ അപ്പുറത്തുനിന്ന് 2 പേര് മരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുപാട് ആൾക്കാർ. പിന്നെ മുണ്ടക്കൈയൊക്കെ പറയാൻ പറ്റില്ല. ഒക്കെ നമ്മളെ അറിയുന്ന ആൾക്കാരും എന്താ പറയുക ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് എല്ലാവരും അറിയണം, പരസ്പരം എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ആഘാതം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടു പോകുന്നില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നല്ലാതെ ആകെ എന്താ പറയുക മാനസികമായിട്ട് നമ്മളൊരു ഇതായിട്ടില്ല ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ നമ്മൾ 25 കൊല്ലമായി വാപ്പയായിട്ട് തുടങ്ങിയ ബേക്കറിയാണ്. 25 കൊല്ലമായി എന്നാണ്. അത് ഇപ്പം മരിച്ച ഒരു 15 കൊല്ലമായി നമ്മളായിരുന്നു നടത്തിക്കൊണ്ട് പോയിരുന്നത്. അങ്ങനെ ഡെവലപ്പാക്കി കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ആഘാതം വന്നത്. എല്ലാം മിഷനറി കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ഒരു സാധനം വസ്തു പോലും എടുക്കാനില്ല. ഒരു 10-60 ലക്ഷം റുപ്യൻ്റെ നഷ്ടം അതിൽ ഉണ്ട്. അങ്ങനെ പിന്നെ ഇങ്ങനെ നമ്മൾ ഇത് ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് നമ്മളതാണ് വലിയ പ്രശ്നങ്ങളെന്ന്. പിന്നെ നമ്മൾ രാവിലെ ആയി പുറത്തൊക്കെ പോയി നോക്കി അട്ടമല പുണ്ണിച്ചൊക്കെ നോക്കിയപ്പോൾ നമ്മളെ പ്രശ്നങ്ങളൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേസുകൾ. അവിടെയൊക്കെ നോക്കുമ്പോൾ അതിലും ഭയങ്കര ടെൻഷൻ. പിന്നെ ഇതൊന്നൊരു ടെൻഷൻ വലിയ ഒരു സംഭവമല്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ്. ഒരു തിരിച്ചുവരവാണ് വേണ്ടത്. ഇനിയൊരു തിരിച്ചുവരവാണ് വേണ്ടത്. എവിടുന്ന് തുടങ്ങുമെന്ന് അറിയില്ല. എവിടുന്നാണ് എങ്ങനെ തുടങ്ങണം എന്ന് അറിയില്ല. അങ്ങനെ നമ്മളൊരു ഡെവലപ്പായി വരും. ഒരു 2 കൊല്ലം കൊണ്ടൊക്കെ നമ്മൾ ഡെവലപ്പാകും, സെറ്റാകും എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ടൂറിസമായിട്ടും മൊത്തത്തിലൊരിങ്ങനെ ഈ ഭാഗമൊക്കെ കഴിച്ചിലാവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം എന്താ പറയുക ഒരു ദിവസം കൊണ്ട് എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട്. ഈ പഴയ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടമൊന്നും ഇനി ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ, പഴയ ചൂരൽമല പുഞ്ചിരിമട്ടം ഇല്ലയെന്ന് ചിന്തിക്കുമ്പോൾ എന്താ പറയുക ഇങ്ങനെ നമ്മളിനി എവിടെ പോയാലും ഇങ്ങനെ ഒരു ആൾക്കാർ നമ്മൾക്ക് കിട്ടാൻ പ്രയാസമാണ്. അത് ഒരു ചെറിയ ഒരു ഗ്രാമം പോലെയാണല്ലോ പുറത്ത്. അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ ഇവിടെയുള്ള ഒരു ഒത്തൊരുമയും മൊത്തത്തിൽ എന്തായാലും പള്ളിയായാലും അമ്പലമായാലും എന്ത് പരിപാടിക്ക് പരസ്പരം പോയിട്ടും അങ്ങനത്തെ ഇത് ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. വളരെ പ്രയാസമായിരിക്കും. അങ്ങനെയാണ് തോന്നുന്നത്. അതൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര മാനസികമായിട്ട് എല്ലാവരും, ഞാനെന്നല്ല എല്ലാവരും മാനസികമായിട്ട്. പിന്നെ നമ്മളെന്താണ് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകണ്ടേ എന്നുള്ള ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത്. CCTV വിഷ്വൽസിലേക്ക് തന്നെ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ പാറകളും മരത്തടികളൊക്കെ വരുന്നു. ഇതുപോലെ കെട്ടിടം ഇതുപോലെ ബാക്കിയാവുന്ന പോലും അത് കണ്ടാൽ തോന്നൂല അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പണിക്കാരനൊക്കെ മലപ്പുറമുള്ള ആളാണ്. മഴ പെയ്യുമ്പോൾ നമ്മളിത് ചോദിക്കും ഇവിടെ സേഫ് അല്ലേ എന്ന്. നമ്മളൊക്കെ പറഞ്ഞത് 100% സേഫാണെന്നാണ് പറഞ്ഞത്. കാരണം നമ്മളൊരു 36 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇതുവരെ ഈ ഭാഗത്തൊന്നും വെള്ളം കയറുക ഇങ്ങനത്തെ ഇതൊന്നും നമ്മൾ ഒരു മനുഷ്യനും ആരും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ പുഴയിൽ കൂടെ പോവും. ചുറ്റുവട്ടത്തെ പുഴൻ്റെ സൈഡിലുള്ള കുറച്ച് വെള്ളം കയറും എന്നല്ലാത്ത ഒരു ചിന്തയും ആർക്കും ഉണ്ടായിട്ടില്ല. ഇത്ര ഭീകരത ഞങ്ങൾ എന്താ പറയുക പ്രതീക്ഷിച്ചില്ല. പാലം തകർന്ന് പുഴ തടസ്സപ്പെട്ടു പോയതാണ് ഇങ്ങോട്ട് അടിച്ച് ഈ ഭാഗത്തേക്ക് അടിച്ച് കൂടുതലായി കയറാൻ കാരണം അല്ലേ? പാലം ബ്ലോക്കായിട്ട് മൊത്തം റോട്ടിലേക്ക് കയറി കുറച്ച് ഈ വീട്ടിൽ ആളുണ്ടായിരുന്നു. അവർ കണ്ടുകൊണ്ടിരിക്കുക. കുറച്ച് 2-3 സെക്കൻഡ് പിന്നെ ടൈം റോട്ടിൽ കൂടെ കയറി. പിന്നെ ഒരു ഒച്ച കെട്ടെന്ന് പറഞ്ഞ് അങ്ങനെ പാലം പൊട്ടിയതുകൊണ്ട് ആ പാലം പൊട്ടലും ഇതിൻ്റെ ബാക്കിൽ കൂടി അടിച്ച് കയറി. മൊത്തത്തിൽ ഇതായിന്നാണ് പറഞ്ഞത്. പാലം തകർന്നൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാരുണ്ടായിരുന്നു. പാലം തകർന്ന ആൾക്കാർ കണ്ടെന്ന് പറഞ്ഞാൽ ഈ മുകളിലത്തെ വീട്ടുകാർ മാത്രം കാണാൻ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. ബാക്കിയൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല.
ബാക്കിയാ ആ വീട്ടിൽ ഉള്ള ആൾക്കാർ അങ്ങനെയാണ്. ഈ വീട്ടിലല്ലേ? ഈ വീട്ടിലെ ബ്രൈക്ക എന്ന് പറഞ്ഞാൽ അവരാണ് പറഞ്ഞത്. കുറച്ച് നേരത്തിന് റോട്ടിൽ കൂടെ അങ്ങനെ വെള്ളം വരുന്നു, പിന്നെ ഒരു ഒച്ച കേട്ട് പിന്നെ റോട്ടിൽ കൂടെ ഉള്ള വെള്ളം വരവ് നിന്ന് ആ ഫോഴ്സ് എല്ലാം കൂടി ഈ പാലത്തിൻ്റെ ഇപ്പുറ സൈഡാണ് എല്ലാം കൂടി. ഇവിടെയൊക്കെ 2 വീടുണ്ടായിരുന്നു, അതൊക്കെ മൊത്തത്തിൽ പോയി. അങ്ങനെ ഇവിടെയുള്ള ആളുകളൊക്കെ ഇപ്പം ക്യാമ്പിലാണോ ഉള്ളത്, അത് അവർ തന്നെ വാടക വീടൊക്കെ കണ്ടെത്തി പോയോ? ഇവിടെയുള്ള ആളുകൾ കുറച്ച് പേര് ക്യാമ്പിലാണ്. ഇപ്പോൾ കുറച്ച് പേര് ആൾക്കാർ വാടക വീട് കണ്ടെത്തി പോയിട്ടുണ്ട്. കാരണം സ്കൂൾ തുറക്കാനോ ക്യാമ്പ് 20-ാം തീയതി ഒഴിവാക്കുന്നോ അങ്ങനെയൊക്കെ ഒരു ഇതുള്ളതുകൊണ്ട് കുറേ ആൾക്കാർ വീട് കണ്ടത്. കുറച്ച് ആൾക്കാർ ഇപ്പോഴും ക്യാമ്പിലുണ്ട്. അവരെങ്ങനെ അന്വേഷിക്കുന്നുണ്ട് വീടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഇല്ല, കുറച്ച് ക്യാമ്പ് 20-ന് നിർത്തുന്ന അങ്ങനെ ആരെങ്കിലും അറിയിച്ചോ? അങ്ങനെയല്ല, ഇത് നമ്മൾ ആൾക്കാർ പരസ്പരം പറയുന്ന ഒരിതാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ തലത്തിൽ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ക്യാമ്പിലുള്ള ആൾക്കാർ പറയണേ 20-ന് നിർത്തും, വാടക വീട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത്, അല്ലാതെ വേറെ ഇതായിട്ടല്ല. ആൾക്കാർ പറഞ്ഞ ഒരു അറിവ് മാത്രമാണിത്. ഇത്രയും നശിച്ചു, സർക്കാരിൽ നിന്നുള്ളൊരു സഹായം വളരെ പെട്ടെന്ന് വേണം അല്ലേ? സർക്കാരിൽ നിന്നുള്ളൊരു സഹായം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് സർക്കാർ കളക്ടറേറ്റിൽ നിന്ന് ആൾ വന്ന് ഇതൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. സർക്കാർ മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. അത് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ബേക്കറിയാണ് ഈ കെട്ടിടത്തിൽ നിന്നാണ് CCTV, ഞാനത് ആദ്യമേ പറഞ്ഞു, ആ വിഷ്വൽസ് ഉള്ളത്. എനിക്ക് ഈ മുമ്പിലുള്ള വീട്, അതിന് മുകളിൽ കൂടി വെള്ളം കയറി ഒഴുകുന്നതാണ് കാണുന്നത്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായും തന്നെ തകർന്നു പോവുകയും ചെയ്തു. ബേക്കറി കെട്ടിടത്തിനകത്ത് കാര്യമായ തന്നെ നാശനഷ്ടം, സർവ്വതും നശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭിത്തിയൊക്കെ തകർന്നിട്ടാണുള്ളത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഇവിടെ മാത്രം കണക്കാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെയായാലും മേഖലയിൽ ബാക്കിയായ ചിലതൊക്കെ നുള്ളിപ്പെറുക്കി എടുക്കുന്നുണ്ട് വ്യാപാരികൾ. അങ്ങനെ വൃത്തിയാക്കുന്നതടക്കമുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സന്നദ്ധ സംഘടനകളൊക്കെ, പ്രവർത്തകരൊക്കെ കൂടുതലായി എത്തി ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് നിൽക്കുന്നുണ്ട്. തന്നെയായാലും ആ രാത്രി എങ്ങനെയായിരുന്നു, എത്രത്തോളം ഭീകരമായിരുന്നു, ഭയാനകമായിരുന്നു എന്നാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന്, കൂടുതലായി പുറത്തു വരുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. മഴയുടെ തീവ്രത അത് എത്രത്തോളം ആയിരുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. CCTV വിഷ്വൽസ് ഉണ്ടായിരുന്നു. മുണ്ടക്കൈ പള്ളിയിൽ നിന്നുള്ളതാണ്. ആ പള്ളിയും തകർന്നു പോയതാണ്. അങ്ങനെ ഡിസ്കും ഒക്കെ നശിച്ചു പോയതാണ്. അപ്പോൾ അതൊക്കെ വീണ്ടെടുത്തതിന് ശേഷമാണ് ഈ ദൃശ്യങ്ങളൊക്കെ റിക്കവർ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നാടിനൊന്നാകെ തുടച്ചു നീക്കിയ, വളരെ കുറച്ച് ആളുകളെ മാത്രം ബാക്കിയാക്കിയ ആ ഒരു ദുരന്തം, ഉരുൾപൊട്ടൽ എങ്ങനെയായിരുന്നു എന്നാണ് കൃത്യമായി അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളം ആയിരുന്നു എന്നതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആര്യ.